ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചേട്ടായിയുടെയും കണ്ണപ്പൻ്റെയും PPS നമ്പറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേ ആണ്. PPS നമ്പർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പറാണ്. അപ്പോൾ അത് അയർലൻഡിൽ വന്ന് ഇവിടെ ലോങ് ടേം ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ട് വേണ്ടിക്കേണ്ട ഒരു ആക്സസ് ആണ് PPS നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയർലൻഡ് ഗവൺമെന്റിന്റെ പബ്ലിക് സർവീസസ് നമ്മൾ ആക്സസ് ചെയ്യാനും പിന്നെ ഇവിടുത്തെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഈ PPS നമ്പർ അത്യാവശ്യമാണ്. പിന്നെ ലീഗൽ ആയിട്ടുള്ള എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ജോബിനും ഒക്കെ നമുക്ക് ഈ PPS നമ്പർ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് അവരുടെ അപ്പോയിൻമെന്റ് ഡേ ആണ്. കുട്ടികൾക്ക് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അണ്ടർ 16 നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അണ്ടറിലേക്ക് അവരെ ജോയിൻ ചെയ്ത് തരാണ്. പക്ഷെ അഡൽട്സിന് എബോവ് 16 നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടിയിട്ട് എൻ്റെ റവന്യൂ എന്നാണ് ഞാൻ ചേട്ടായിക്ക് ഒരു അപ്പോയിൻമെന്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് 2 മണിക്കാണ് ഒരു അപ്പോയിൻമെന്റ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരത്തെ അവിടെ എത്താന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടായിയുടെ കണ്ണപ്പൻ്റെ PPS അപ്പോയിൻമെന്റിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പം നമുക്കിന്ന് അങ്ങോട്ട് പോയാലോ? ആ കണ്ണപ്പം കയറി വാ നമുക്ക് പോവണ്ടേ? ഹെൽപ്പ് ചെയ്ത് തരാലോ. ഇവിടെ ഇരിക്കേ. അപ്പം നമ്മൾ PPS ഓഫീസിലേക്ക് എത്തിയേക്കാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ റെക്കോർഡിങ്സ് ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ വൺസ് ഇതിനകത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ ഫൈനലി നമ്മുടെ PPSന്റെ അപ്പോയിൻമെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ചേട്ടായിക്കും കണ്ണപ്പനും PPS നമ്പർ കിട്ടി. അപ്പൊ അതിന് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അകത്ത് വീഡിയോ റെക്കോർഡിങ്സ് ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അകത്തുനിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി. ഞങ്ങൾക്ക് ആ കറക്റ്റ് സമയം അതിന് മുന്നേ തന്നെ നമ്മൾ ആളില്ലാഞ്ഞത് കാരണം നമ്മളെ കുറച്ചും കൂടി നേരത്തെ വിളിച്ചു. നമ്മുടെ ടൈം ആയപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബീൻ ടൈം. അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് നമ്മുടെ ഏത് ഡെസ്കാന്ന് വെച്ചാൽ അവിടെ നമ്മളുടെ ടേൺ ആകുമ്പോൾ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഇപ്പം ഹസ്ബൻഡിൻ്റെ അതായത് ചേട്ടായിയുടെ PPS നമ്പറിനല്ല പോയത്. അപ്പോൾ ചേട്ടായുടെ പാസ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവർക്ക് പാസ്പോർട്ട് കാണിച്ചു. പിന്നെ വേണ്ടത് എൻ്റെ എംപ്ലോയ്മെന്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം അവരെന്നോട് ചോദിച്ചത് സത്യം പറഞ്ഞാൽ സാലറി സ്ലിപ്പാണ്. അപ്പം നമ്മൾ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ 2 months സാലറി സ്ലിപ്പ് അവരെ കാണിച്ചു. പിന്നെ ചേട്ടായിയുടെ പാസ്പോർട്ട്. പിന്നെ അവർ ചോദിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ PPS എടുക്കുന്നത് എന്നുള്ളതാണ്. അവർക്കറിയാം ഇവിടെ എല്ലാ കാര്യത്തിനും PPS വേണമെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ നമുക്കൊരു പ്രൂഫ് അവർക്ക് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് PPS ആവശ്യം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ടാക്സ് ഷെയർ ചെയ്യാനും നമുക്ക് PPS ആവശ്യമാണ്. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഈ റീസൺസ്. അപ്പം ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇതിനുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ലേണേഴ്സിന്റെ ഒരു ഫോം ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഫില്ല് ചെയ്ത് ഞാൻ കൂടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടാക്സ് ഷെയർ ചെയ്യുന്നതിന്റെ ഒരു ഫോം ഉണ്ട്, അത് ഞാൻ പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ ചേട്ടായിയുടെ PPS നമ്പറിന്റെ പ്രൂഫായിട്ട് നമ്മൾ കൊടുത്തത്.
അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഫോം തരും, നമ്മൾ അത് ഫില്ല് ചെയ്യണം. പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്നത്, അതായത് ഈ ടെനൻസി ഫോം, നമ്മുടെ വീടിന്റെ അഡ്രസ്സ് ഉള്ള ഒരു ടെനന്റ് ഫോം ഉണ്ടാവും. ആ ടെനന്റ് ഫോമിൽ ഹസ്ബൻഡിന്റെ പേരുണ്ടായിരിക്കണം. ആ ടെനന്റ് ഫോം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ചേട്ടായിന്റെ PPSന് വേണ്ടി അവർ ചോദിച്ചത്. പിന്നെ കണ്ണപ്പന്റെ PPSന് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അവന്റെ ഇതിനായിട്ട് ചോദിച്ചത് അവന്റെ പാസ്പോർട്ട്, പിന്നെ കണ്ണപ്പന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഞങ്ങൾ കൊടുത്തൊരു പ്രൂഫ് എന്നാന്ന് വെച്ചാൽ കണ്ണപ്പന്റെ സ്കൂളിൽ അഡ്മിഷന്റെ സമയത്ത് ഇവർ PPS നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണപ്പന്റെ സ്കൂളിൽ നിന്ന് ഞങ്ങളൊരു ലെറ്റർ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലെറ്ററും കൂടെ വെച്ചാണ് ഞാൻ കണ്ണപ്പന്റെ PPS നമ്പറിന് നമ്മൾ ഇന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. പിന്നെ കണ്ണപ്പന്റെ PPS നമ്പറിന്റെ കൂട്ടത്തില് ഞാനാണല്ലോ സ്പോൺസർ. അപ്പൊ എൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പം സാധാരണ കുട്ടികളോട് അവർ പിന്നെ വരാനാ പറയുക, പിന്നെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് തരുക ചെയ്യുന്നത്. പക്ഷെ എന്നാണെങ്കിലും ഇന്ന് ഞങ്ങളുടെ ഭാഗ്യത്തിന് ചേട്ടായിയുടെയും കണ്ണപ്പന്റെയും PPS നമ്പർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് റെഡിയായി കിട്ടി. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമിന് പോകണം. പിന്നെ കുറച്ച് അത്യാവശ്യം ഇങ്ങനത്തെ ഫോമുകളും, പിന്നെ നമ്മുടെ PPS, അതായത് നമ്മൾക്ക് എന്തായാലും PPS കാർഡ് നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കാർഡും നമ്മുടെ ചിലരോട് അവര് വേറെ ഡീറ്റെയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വേറെ ചോദിക്കുന്നുണ്ട് എന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നോട് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. ബേസിക് ആയിട്ടും ഇത്രയും ഈ രണ്ടോ മൂന്ന് പേപ്പറുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും ഇന്ന് പോയ കാര്യം കറക്റ്റായിട്ട് സമയത്തിന് തന്നെ നടന്നു, എല്ലാം കറക്റ്റായിട്ട് നടന്നു. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ പോകുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഈ പേപ്പറുകളൊക്കെ കൊണ്ടുപോകാൻ നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പൊ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.